ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററായ ഖുദ്സേ പ്യാർ എന്ന പാഠഭാഗം പഠിച്ചു. അതിൻ്റെ ആക്ടിവിറ്റീസും കഴിഞ്ഞു. എല്ലാവരും പഠിച്ചോ? ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. സാഫ് സഫായി മേ അവൽ ഗാവ്. സാഫ് സഫായി ശുചിത്വം, ശുചിത്വത്തിൽ അവൽ ഗ്രാമം. എഴുതിയത് ഗാലിബ് ഖലീം ആണ്. അദ്ദേഹത്തിൻ്റെ ലേഖാണ് പാഠഭാഗം. ശുചിത്വത്തിൽ വൃത്തിയിൽ മുന്നേ നിൽക്കുന്ന ഗ്രാമമാണ് അവൽ. അതിനെക്കുറിച്ച് എഴുതിയത് ആരാണ്? ഒരു ലേഖനം എഴുതി ഗാലിബ് ഖലീം. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നോക്കിക്കളെ. ഗാലിബ് ഖലീം കാ ജന്മ ബീഹാർ മേ ഹുവ. ഗാലിബ് ഖലീമിൻ്റെ ജനനം ബീഹാറിൽ ആയിരുന്നു. ഉൻഹെ ഘൂമിനെ ഫിർനെ കാ ഷൗക്ക് ബച്പൻ സേ ഹി ഥാ. ഘൂമിന ചുറ്റിക്കറങ്ങുക, ഷൗക്ക് താത്പര്യം, ബച്പൻ കുട്ടിക്കാലം. അദ്ദേഹത്തിന് ചുറ്റിക്കറങ്ങുക എന്ന താത്പര്യം കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. അത് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. ഉൻകാ മാനിന ഹേ കി ജോ ചീസേ ഹം കിതാബോ മേ പഠ്തേ ഹൈ. ഉൻകാ മാനിന ഹൈ കി, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇതായിരുന്നു. എന്താ നോക്കിയേ? ജോ ചീസേ ഹം കിതാബോ മേ പഠ്തേ ഹൈ. ഏതൊരു കാര്യമാണോ നാം കിതാബിൽ പുസ്തകത്തിൽ പഠിക്കുന്നത്. ഘൂമിനേക്ക് ദൗറാൻ, ദൗറാൻ സന്ദർഭം. അപ്പനി ആങ്കോं के सामने, ആങ്ക് കണ്ണ് के सामने അടുത്ത്. ഉൻകെ ദേഖ്ന ഏക് അലഗ് അനുഭവ ഹോത്താ ഹെ. ചുറ്റിക്കറങ്ങുന്ന ആ സന്ദർഭത്തിൽ, അതായത് ആ യാത്രയ്ക്കിടയിൽ നാം നമ്മുടെ കൺമുൻപിൽ അത് കാണുക എന്നത് വേറിട്ട അനുഭവം കൂടി ആണ്. യാത്രയ്ക്കിടയിൽ നാം അത് നേരിട്ട് കാണുമ്പോൾ അതൊരു വേറിട്ട അനുഭവം ആയിരിക്കും. വേ സിർഫെ ഖൂബ്സൂരത്ത് നസാറെ ഹി നഹി ദേഖ്തേ ബൽക്കി. വേ സിർഫ് എന്ന് വെച്ചാൽ അത് സിർഫ് മാത്രം. വേ സിർഫെ ഖൂബ്സൂരത്തെ മനോഹരമായ, അത് മനോഹരമായ കാഴ്ചകൾ കാണുക മാത്രമല്ല, ബൽക്കി പിന്നെയോ. വഹാങ്കെ ലോകെ, അവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണുക മാത്രമല്ല, പിന്നെയോ അവിടെയുള്ള ജനങ്ങളെ. പിന്നെന്താ നോക്കിയേ? ഉൻകി കല, അവരുടെ കല, സംസ്കൃതി, സംസ്കാരം, അവരെ ഖാൻ പാൻ കോഫി നസ്തിക്ക്, അവരുടെ ഭക്ഷണ രീതി അല്ലെ ആഹാര രീതി എന്നിവ. നസ്തിക്ക് സമീപം, സമീപത്ത് നിന്ന് കാണുകയും, ദേഖ്തെ എന്ന് വെച്ചാൽ കാണുകയും, അത് സമചിത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. യാത്രയ്ക്കിടയിൽ അവരുടെ സംസ്കാരവും ആഹാര രീതിയും ഒക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. ഉൻകി രചനായെ അക്സർ, അക്സർ മിക്കവാറും ബാലപത്രിക ഓമേം പ്രകാശിത് ഹോത്തി ഹെ. അദ്ദേഹത്തിൻ്റെ രചനകൾ മിക്കവാറും ബാലപത്രികയിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ബാലപത്രികയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ പ്രസിദ്ധീകരിക്കാറുള്ളത്. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പരിചയം. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. സാഫ് സഫായി മേ അവൽ ഗാവ്. അറിയാലോ, അതിൻ്റെ താഴേക്കൊരു പിക്ചർ ഉണ്ടെന്ന് നോക്കുക. അതിനകത്ത് കുറേ മരങ്ങളെ, ഒരു ഡസ്റ്റ്ബിൻ കാണുന്നു, ഒരു ബോർഡ് കാണുന്നു അല്ലേ? ആ ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന നോക്കി, ലിനോങ് സേ സാഫ് സുധറ ഗാവ്. ലിനോങ് സാഫ് സുധറ ഗാവ് എന്ന് വെച്ചാൽ ശുചിത്വമുള്ള ഗ്രാമം. കച്ചറ ന ഫേങ്കെ, കച്ചറ മാലിന്യം, ഫേങ്കിന എറിയുക, എന്ന് വെച്ചാൽ നഹി, കച്ചറകൾ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. കാ ഇസ്തേമാൽ കരെ, ഇസ്തേമാൽ ഉപയോഗം, ഇതിനെ ഉപയോഗിക്കുക, അതായത് ഇവിടെ നിക്ഷേപിക്കുക എന്നാണ്. അതാണ് ഡസ്റ്റ്ബിൻ കൊടുത്തേക്കുന്നത്. അതിൽ മനസ്സിലാക്കേണ്ടത് അതാണ്. ഓക്കെ, പാഠത്തിലേക്ക് കടക്കാം. നോക്കിയേ. ഏഷ്യ കാ സബ്സെ സാഫ് സുഥറ ഗാവ് മൗലിനോങ് മേഘാലയ മേം ഹേ. ഏഷ്യയിലെ സബ് സുധറ ശുചിത്വമുള്ള ഗ്രാമമായ മൗലിനോങ് മേഘാലയത്തിൽ ആണ്. മേഘാലയത്തിലാണ് മൗലിനോങ് എന്ന ഗ്രാമം ഉള്ളത്. സാൽ 2003 में इसे गाँव को एशिया के सबसे साफ सुथरे गाँव के दौर पर चुना गया. ചുനിന തിരഞ്ഞെടുക്കുക, ദൗർ എന്ന് വെച്ചാൽ രീതിയിൽ. 2003 ഈ ഗ്രാമത്തെ, ഇസ് ഗാവുക്കോ എന്ന് വെച്ചാൽ ഈ ഗ്രാമത്തെ ഏഷ്യയിലെ
ഏറ്റവും വലിയ സാഫ് സുതറ ശുചിത്വമുള്ള ഗ്രാമം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഗ്രാമത്തെ ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്ന 2003. देखिए इससे गांव की सबसे बड़ी खासियत यह है कि यहाँ की सारी साफ सफाई गांव वाले खुद ही करते हैं. खासियत विशेषता खुद स्वयं साफ सफाई ശുചിത്വം गांव वाले ग्रामीणർ. ഓക്കെ, ഇसे ഗാവിൻ്റെ ഏറ്റവും വലിയ ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത യഹായ്ക്ക് ഇതാണ്. യഹാങ്കി ഇവിടെയുള്ള സാരി സഫായി, സാഫ് സഫായി എന്ന് വെച്ചാൽ ശുചിത്വം, ഇവിടെയുള്ള എല്ലാ ശുചിത്വ പ്രവർത്തനങ്ങളും ഗാവ് വാലോം ഗ്രാമീണ ജനങ്ങൾ കുതിഹി കർത്തഹയും സ്വയം ചെയ്യുന്നു. ആ ഗ്രാമത്തിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടെയുള്ള ജനങ്ങൾ സ്വയം ചെയ്യുന്നു. स्वच्छता के लिए यहाँ के लोग किसी तरह से प्रशासन पर निर्भर नहीं है. निर्भर ആശ്രയിക്കുക പ്രശാസൻ അധികാരികൾ, ലോക ആളുകൾ, സ്വച്ഛത ശുചിത്വത്തിന് വേണ്ടി വഹാം കെ ലോക ഇവിടെയുള്ള ജനങ്ങൾ കിസി തരകസെ ഒരു രീതിയിലും പ്രശാസൻ അധികാരികളെ ആശ്രയിക്കുക ഇല്ല. സ്വയം ചെയ്യും അധികാരികളെ ആശ്രയിക്കുന്നില്ല. ഫസ്റ്റ് പാരഗ്രാഫ് അതാണ് കേട്ടോ. അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ഇसे छोटे से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. ഇതൊരു ചെറിയ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ പൂർണ്ണമായും പ്ലാസ്റ്റിക് പ്രതിബന്ധിത നിരോധിക്കപ്പെട്ടിരിക്കുന്നു. പ്രതിബന്ധിത എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, നിരോധിക്കപ്പെടുക എന്നാണ്. ഈ ഗ്രാമത്തിൽ പൂർണ്ണമായും പ്ലാസ്റ്റിക് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. पूरे गांव में जगह സ്ഥലം बांस से बने हुए डस्टबिन लगाए गए हैं. पूरे गांव എന്ന് വെച്ചാൽ ഗ്രാമം മൊത്തത്തിൽ, ജഗഹ് സ്ഥലങ്ങൾ, ആ ഗ്രാമത്തിലെ മൊത്തം അവിടെ ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ട്? ബാംസ് കൊണ്ട്, മുള കൊണ്ട് ബനെ നിർമ്മിച്ചാൽ ഉണ്ടാക്കിയ ഡസ്റ്റ്ബിനുകൾ എന്ത് ചെയ്യുന്നു? ലഗായകയെ അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാമാന്തരങ്ങളിൽ പല സ്ഥലങ്ങളിലും മുള കൊണ്ട് ഉണ്ടാക്കിയ ഡസ്റ്റ്ബിന്നുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. महिला पुरुष और बच्चों समेत किसी की गाँव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाते हैं. ഫൗറാൻ എന്ന് വെച്ചാൽ വേഗം, പെട്ടെന്ന് എന്നൊക്കെ പറയും. ഗാവാല ഗ്രാമവാസികൾ, ഗന്ദഗി മാലിന്യം, നസർ ദൃഷ്ടിയിൽ എന്ന വാക്കാണ്. മഹിളകളെ അടുത്ത നോക്കിയേ. പുരുഷന്മാർ, ബച്ചോം കുട്ടികൾ, സമേത യോജിച്ച്. കിസി എന്ന് വെച്ചാൽ ഏതൊരു, ഗാവ് വാലോം കോ അഗർ കിസി ഗന്ദഗി ഏതൊരു ഗ്രാമവാസികളും, കഹീംസെ എവിടെയെങ്കിലും മാലിന്യം കണ്ടാൽ, എവിടെയെങ്കിലും അവരുടെ കൺമുൻപിൽ ആരെയാ ഗന്ദഗിയെ മാലിന്യം കണ്ടാൽ, അവർ പെട്ടെന്ന് ദൗറാനായി പെട്ടെന്ന് അവിടെ വൃത്തിയാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗ്രാമവാസികൾ അവരുടെ കൺമുൻപിൽ എവിടെയെങ്കിലും മാലിന്യം കണ്ടാൽ അവർ ഫൗറാൻ സഫായി മേൽ ലഗിജാത്തേക്ക് അവർ വേഗത്തിൽ അത് വൃത്തിയാക്കുകയും ചെയ്യുന്നു. സഫായിക്ക് പ്രതി उनकी जागरूकता का अंदाज़ा तुम इसे बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं. വലിയ ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ. നോക്കിയേ. സഫായിക്ക് പ്രതി ഉൻകി ജാഗരൂകത കാ അന്താസ, അതായത് സഫായിയുടെ നേർക്ക് അവരുടെ ജാഗരൂകത ഇപ്രകാരം ആണ്. ഇസെ ബാത്ത് സെ ലഗ, ബാത്ത് കാര്യം, ഇസെ ബാത്ത് സെ തും എന്ന് വെച്ചാൽ നിങ്ങൾക്ക്, തും ഇസ് ബാത്ത് നിങ്ങൾക്ക് ഈ കാര്യം അല്ലേ മനസ്സിലാക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് ഈ കാര്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയുന്നു. ഏത് കാര്യം നോക്കിയേ. അഗർ സഡക്ക് പർ, ഒരു പക്ഷേ എവിടെയെങ്കിലും സഡക്കിലൂടെ ചലത്തെ ഹുയി ജനങ്ങൾ നടന്നു പോകുമ്പോൾ, ഉൻഹെ കഹീം ഫി കച്ചറ എവിടെയെങ്കിലും ഈ കച്ചറ മാലിന്യം നസർ ആയേത്തോ
അവരുടെ കൺമുൻപിൽ കാണുകയാണെങ്കിൽ വരികയാണെങ്കിൽ വേ പഹലെ അവർ ആദ്യം കച്ചറയെ ആ മാലിന്യത്തെ ഡസ്റ്റ്ബിന്നിലേക്ക് ഡാൽത്തേഹെ നിക്ഷേപിക്കുകയും ചെയ്യും. റോഡിലൂടെ നടന്നു പോകുമ്പോൾ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും മാലിന്യം അവരുടെ കൺമുൻപിൽ കാണുകയാണെങ്കിൽ ആദ്യം അവർ ചെയ്യുന്നത് ആ മാലിന്യത്തെ ഡസ്റ്റ്ബിന്നിലേക്ക് നിക്ഷേപിക്കുന്നു. ഫിർ വീണ്ടും ആകെ ബെഡ്തെഹെ അതിനുശേഷം അവരെ ആകെ ബെഡ്ന മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതാണ് അവരുടെ ആ ഒരു വിശേഷത കേട്ടോ. നോക്കിയേ, യഹാം ലോക അപ്പനെ ഗർ സെ നികൽനെ വാലെ, ഇവിടെയുള്ള ലോക ആളുകൾ, അവരുടെ ഗർ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് നികൽനെ വാലെ പുറന്തള്ളപ്പെടുന്ന, കൂടെ കച്ചറെ കോഫി ഡസ്റ്റ്ബിൻ മേം ജമ കർത്തെ ഹായ്, വീട്ടിൽ നിന്നുള്ള കൂടാക്കച്ചറകൾ, മാലിന്യങ്ങൾ എന്ന് വെച്ചാൽ കൂടാക്കച്ചറ വേസ്റ്റുകൾ, അതെല്ലാം തന്നെ ഡസ്റ്റ്ബിന്നിലേക്ക് ജമാക്കർത്തേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. വീടുകളിലെയും കൂടാക്കച്ചറകളെ എന്ത് ചെയ്യുന്നു? ഡസ്റ്റ്ബിന്നിലേക്ക് അവരെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. और फिर വീണ്ടും അത് उसे एक जगह इकट्ठा कर खेती के लिए खाद की तरह इस्तेमाल करते हैं. ഖേത്തി കൃഷി, ഖാദ് വളം, ഇസ്തേമാൽ ഉപയോഗം, നമ്മൾ ആ വാക്ക് നേരത്തെ പഠിച്ചതാണ്. ജഗഹ് സ്ഥലം. എന്നിട്ട് അവരെന്താ ചെയ്യുന്ന നോക്കിയേ, ഉസെ ഏക് ജഗഹ്, ഈ മാലിന്യങ്ങളെ ഒരു സ്ഥലത്തെ ഇകട്ട കർണ ഒരുമിക്കുക, ഒത്തുകൂടുക എന്നൊക്കെയാണ്. ഈ മാലിന്യങ്ങളെ ഒരു സ്ഥലത്തെ ഒരുമിച്ചിട്ടിട്ട് ഖേത്തിക്ക് വേണ്ടി, കൃഷിക്ക് വേണ്ടി വളം എന്ന രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. വളമായിട്ട് എന്ത് ചെയ്യുന്നു? അവരതിനെ ഉപയോഗിക്കുന്നു. ഇതാണ് അവരുടെ രീതി. മനസ്സിലായല്ലോ? വേസ്റ്റെല്ലാം കൂടെ ഒരുമിച്ചൊരു സ്ഥലത്തെ അവരെന്ത് ചെയ്യുന്നു? ഇകട്ടാക്കുന്ന സ്വരൂപിക്കുന്നു, എന്നിട്ട് കൃഷിക്ക് വേണ്ടി വളമായി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഐസ കഹ ജാത്ത ഹായ്ക്കി, ഐസ കഹ ജാത്ത ഹായ്ക്കി എന്ന് വെച്ചാൽ ഇപ്രകാരം പറയപ്പെടുന്നു. കഹ ജാത്ത ഹായ്ക്കി പറയപ്പെടുന്നു. നോക്കിയേ, 130 എന്ന് വെച്ചാൽ 130 സാൽ വർഷം പഹലെ മുൻപ് ഇसे गाँव को हाइजे वनवेड़ा കോളറ की बीमारी ने बुरी तरह से जगड़ लिया था. ഇപ്രകാരമാണ് പറയപ്പെടുന്നത്. 130 വർഷങ്ങൾക്ക് മുൻപേ ഈ ഗ്രാമത്തെ ഹൈജെ കോളറ എന്ന മഹാമാരി മോശമായ രീതിയിൽ ജഗഡ് ലിയാദ പിടിമുറുക്കുകയും ചെയ്തു. മോശമായ രീതിയിൽ ഈ ഒരു മഹാമാരി ഈ ഗ്രാമത്തെ പിടിമുറുക്കി. എത്ര വർഷങ്ങൾക്ക്? 130 വർഷങ്ങൾക്ക് മുൻപ്. ഓക്കെ, മെഡിക്കൽ സുവിധ ന होने की वजह से इसे बीमारी से छुटकारा पाने का एकमात्र उपाय था सफाई करना. മെഡിക്കൽ സുവിധ സൗകര്യം, വജഹ് കാരണം, ബീമാരി അസുഖം, ചുട്കാര മോചനം, ഏകമാത്ര ഒരേ ഒരു, സഫായി അറിയാവുന്ന വാക്കാണല്ലോ. ഓക്കെ, മെഡിക്കൽ സൗകര്യം ന ഹോനേക്കെ വജഹ്സെ ഇല്ലാത്ത കാരണം കൊണ്ട്, ഇസെ ബീമാരി ഈ രോഗത്തിൽ നിന്നും ചുട്കാര ലഭിക്കാൻ, മോചനം ലഭിക്കാൻ വേണ്ടി ഉള്ള ഒരേ ഒരു ഉപായമായിരുന്നു സഫായി കർണ, ശുചിത്വം പാലിക്കുക. അല്ലേ? അപ്പോൾ ഈ രോഗത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയുള്ള ഒരേ ഒരു ഉപായമായിരുന്നു ശുചിത്വം പാലിക്കുക, അങ്ങനെ ചെയ്യുക എന്നുള്ളത്. गाँव के लोगों का मानना है कि हमारे पूर्वजों ने कहा था कि तुम सफाई के जरिए ही खुद को बचा सकते हो. പൂർവജോം എന്ന് വെച്ചാൽ പൂർവികർ എന്ന വാക്കാണ് കേട്ടോ. പൂർവജോം, പൂർവികർ വാക്ക് വായിക്കാൻ അറിയാമല്ലോ. ശ്രദ്ധിച്ചേ. ആറിസേ ലോകോം കെ, ഗ്രാമത്തിലെ ലോകോം എന്ന് വെച്ചാൽ ഗ്രാമത്തിലെ ജനങ്ങൾ അല്ലെ ആളുകൾ. അവർ മാന്യ ഹൈക്ക് അവർ വിശ്വസിച്ചിരുന്നു. ഹമാരെ പൂർവജോംനെ കഹത, ഞങ്ങളുടെ പൂർവികർ പറഞ്ഞിരുന്നു. അപ്പം ഗ്രാമീണവാസികൾ വിശ്വസിച്ചിരുന്നത് അവരുടെ പൂർവികർ പറഞ്ഞതാണ്. പറഞ്ഞത് ഇങ്ങനെയാണ്, താക്കി തും സഫായിക്ക് ശരിയെ ഖുദ് കോ ബച്ച, ബച്ചന രക്ഷ, ബച്ച എന്ന വാക്കാണ് കേട്ടോ. ശരിയെ മുഖേന, മുഖാന്തരം എന്നൊക്കെ പറയും. അവിടെ എന്താണ്? നിങ്ങൾ സഫായിക്ക് ശരിയെ, അതായത് ശുചിത്വത്തോടെ അല്ല ശുചിത്വം എന്ന വാക്കിലൂടെ സ്വയം രക്ഷ നേടുകയും ചെയ്യുക എന്നാണ് പൂർവികർ പറഞ്ഞത്. പൂർവികരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്. നിങ്ങൾ, ത്വം എന്നുവെച്ചാൽ നിങ്ങൾ, ശുചിത്വത്തിലൂടെ എന്ത് ചെയ്യണം?
ഖുദ് സ്വയം രക്ഷ നേടുകയും ചെയ്യുക, അല്ല രക്ഷ നേടുക. ഫിർ ചാഹേ വഹ് ഖാനെ ഹോ, ഗർ ഹോ, സെമീൻ ഹോ, ഗാവ് ഹോ, യാം ഫിർ അപ്പനാ ശരീർ ഹി ഖാം ന ഹോ, സഫായി സരൂരി ഹേ. അത് നോക്കിയേ, എന്തൊക്കെയാണത്? എന്താകട്ടെ എന്നാ പറഞ്ഞേ? ഖാന ഹോ ഭക്ഷണമാകട്ടെ, ഗർ ഹോ വീടാകട്ടെ, സെമീൻ ഹോ ഭൂമിയാകട്ടെ, ഗാവ് ഹോ ഗ്രാമം ആകട്ടെ, യാ അല്ലെങ്കിൽ ഫിർ അപ്പന ശരീർ ഹി ക്യോം ന ഹോ നിങ്ങളുടെ ശരീരം ആകട്ടെ. അതായത് ഇതും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരമാകട്ടെ. ഏതൊക്കെയാ ആദ്യം പറഞ്ഞേ? ഭക്ഷണം, വീട്, ഭൂമി, ഗ്രാമം. അതുമല്ലെങ്കിൽ നമ്മുടെ ശരീരം ആകട്ടെ എന്ന്. എന്തായിരിക്കണം? സഫായി സരൂരി ഹേ, ശുചിത്വം അത്യാവശ്യം ആണ്. സരൂരി ആവശ്യം. എന്തായാലും എന്ത് വേണം? ശുചിത്വം ആവശ്യം തന്നെ ആണ്. അങ്ങനെ പറഞ്ഞാണ് നമ്മുടെ പാഠം അവസാനിച്ചത്. ഓക്കെ, അടുത്ത ക്ലാസ്സുകളിൽ ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് തരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.